നമസ്കാരം. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത ടെലിവിഷൻ താരം മാൽക്കം ജമാൽ വാർണറിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. കോസ്റ്ററിക്ക തീരത്ത് നീന്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. ഒഴുക്കിൽപ്പെട്ട് ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. നിരവധി ടെലിവിഷൻ ഷോകളിലൂടെ ശ്രദ്ധേയനായിരുന്ന വാർണർ കോസ്ബി ഷോയിലൂടെയാണ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. കൗമാരപ്രായത്തിൽ തന്നെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത് എങ്കിൽ പോലും അന്നു മുതൽ തന്നെ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമായി മാറിയിരുന്നു. പിന്നീട് മുതിർന്നപ്പോഴുമൊക്കെ തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയത് ഏറ്റവും മികച്ച കഥാപാത്രങ്ങളാണ്. ഏതാണ്ട് കലാരംഗത്ത് നിന്ന് വിടവാങ്ങിയ സന്ദർഭങ്ങളിൽ പോലും അദ്ദേഹം ചില പ്രധാന കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയും ഏറെ ശ്രദ്ധേയനായി മാറിയിരുന്നു. വാർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും തന്നെ സ്വകാര്യ ജീവിതമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഭാര്യയും ഒരു മകളുമാണ് അദ്ദേഹത്തിനുള്ളത്. എങ്കിൽ പോലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കുടുംബാംഗങ്ങളുമൊത്തുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ നിന്നും തന്നെ അവരുടെ പേരോ വിശദാംശങ്ങളോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം ചേർക്കാറില്ലായിരുന്നു. കാരണം താൻ എന്നും അവരുടെ സ്വകാര്യതയെ മാനിച്ചിരുന്നു എന്നാണ് വാർണർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് വ്യക്തമാക്കിയിരുന്നത്. 2023 താൻ എസ് കഥാപാത്രങ്ങളിലൂടെയാണ് ഏറെ ശ്രദ്ധേയനായത് എന്നും അന്നത്തെ കാലഘട്ടത്തിലെ ആ ഒരു അനുഭവവും ജീവിതവും ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല എന്നും വാർണർ പ്രഖ്യാപിച്ചിരുന്നു. വെറും 54-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനിയും ഒരുപാട് വർഷങ്ങൾ ആ മഹാകലാകാരനെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. കോസ്റ്ററിക്കയിലെ അപകടം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ വലിയ അടിയൊഴുക്കായിരിക്കാം ഇതിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. കോസ്റ്ററിക്കയുടെ ഒരു വലിയ പ്രത്യേകത, അവിടെ ഒരുപാട് ബീച്ചുകളുണ്ട്. ചില ബീച്ചുകൾ വളരെ ശാന്തമാണ്. ഇവിടെ എല്ലാവർക്കും സുഗമമായ നീന്താനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഇവിടെ തന്നെയുള്ള മറ്റു ചില ബീച്ചുകൾ അങ്ങേയറ്റം അപകടം പിടിച്ചതാണ് എന്ന് അധികൃതർ തന്നെ നേരത്തെ പലവട്ടം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എങ്കിലും ഇതറിയാതെ പല ആളുകളും ഇവിടെ നീന്താനെത്തുകയും അങ്ങനെ അപകടങ്ങളിൽപ്പെട്ട് മരിക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഏതായാലും വാർണറുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരുപക്ഷെ സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അമേരിക്കയിലെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് വാർണറുടെ നിര്യാണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഏറെ ജനപ്രീതി നേടിയ നിരവധി ടെലിവിഷൻ ഷോകളിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഓരോ വീട്ടിലും അദ്ദേഹം ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഒരിക്കലും ആരുടെ അതിഥിയല്ല, താൻ ആ വീട്ടുകാരൻ തന്നെയാണ് എന്ന് തന്നെയാണ് പലപ്പോഴും വാർണർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ സീരിയൽ താരങ്ങൾ പലപ്പോഴും ഓരോ കുടുംബങ്ങളിലും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത് പോലെ തന്നെയാണ് വാർണറിനും അമേരിക്കയിലും മറ്റുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകർക്കിടയിൽ സാധാരണക്കാര ജനങ്ങൾക്കിടയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള സ്വീകാര്യത ലഭിച്ചിരുന്നു. അവരൊക്കെ തന്നെ ഞെട്ടലാണ്. അദ്ദേഹത്തിൻ്റെ പഴയ സഹപ്രവർത്തകരായ പലരും ഇപ്പോഴും അദ്ദേഹം മരിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും കോസ്റ്ററിക്കയിൽ നടന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണവും തുടരുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ദുരൂഹതകളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട്.